ഹായ് എവരിബഡി, ഗുഡ് മോർണിംഗ്, വെരി മോർണിംഗ്. ഹോളിഡേ ഹോളിഡേ സ്പെഷ്യൽ. ഞാൻ ഇന്ന് എന്താ കാര്യം പറയാൻ പോകുന്നതെന്നറിയോ? എനിക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ എനിക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു ഇൻസിഡൻ്റാണ് ഇന്ന് പറയുന്നത്. അതായത് ചില കാര്യം പറയാൻ 1-2 മിനിറ്റ് കൂടും എന്ന് വെച്ചാലും വീഡിയോ കാണാതിരിക്കരുത്. അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പഴയ തറവാടാണെന്ന്. അപ്പോൾ ആ പഴയ തറവാട്ടിൽ മരിച്ചാലും കുറേ ലേഡീസൊക്കെ ഒരുമിച്ച് 10-50 ആൾ ഒരുമിച്ചില്ല തറവാടായിരുന്നു പോലും. ഞാനെല്ലാം കുട്ടി ആ സമയത്ത്. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഈ മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അന്ന് മരിച്ചാൽ, ഡെലിവറി ആയാൽ, പിന്നെ മാസത്തിൽ അങ്ങനെയൊക്കെ വരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞാകുമ്പോൾ കാണുന്നതാണ്. അവർ ആവശ്യത്തിന് അവരെ അറിയിക്കുമ്പോൾ അവർ വരും. ഒരു കല്യാണമ്മ. അന്ന് ഏച്ചിന്നോ അമ്മന്നൊന്നും വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഞാൻ ഇന്നങ്ങനെ പറയൂ, കല്യാണമ്മ. അപ്പം അവരങ്ങനെ വരുമായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഈ സിറ്റുവേഷനിലായപ്പോൾ അവർ ഏജായി, അവർക്ക് ക്യാൻസർ വന്നുപോയി. ആ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മരിച്ചപ്പോൾ മരിച്ച അന്ന് എൻ്റെ അമ്മക്ക് ഭയങ്കര പനിയായിട്ട് കിടക്കുന്നു. ഇവിടെ വേറെ ആരുമില്ല. അപ്പം എന്നോട് അമ്മ പറഞ്ഞു എന്തായാലും പോകണമെന്ന്, അവരുടെ അടുത്ത് പോകണമെന്ന്. അമ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ പോവും. അപ്പം ഞാൻ പോകാൻ വേണ്ടി നമ്മളെ പഴയ വീടാണ്, ഗേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കടേൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളെ വഴിയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് ഞാനിങ്ങനെ പോകാനിങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഒരു 3 സ്ത്രീകൾ, 3 വലിയ പാരമ്പര്യവും. ആന തൂറുന്ന പോലെ അണ്ണാൻ തൂറിയിട്ട് കാര്യമില്ല. എന്നാലും എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും എല്ലാം ഒരാന ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ നമ്മൾ കുട്ടികളോട്, അതുപോലെ ആനയുള്ള വീട്ടിലെ 2-3 ആൾക്കാർ മനസ്സിലായി കാണാം. എന്നും മറ്റേലേക്ക് പോകുന്നില്ല, വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളൊരു 3 കുലസ്ത്രീകൾ ഇങ്ങനെ വരുന്നു. അവരുടെ ചരിത്രമെല്ലാം പറഞ്ഞാൽ നാറും. അപ്പം അങ്ങനെ 3 ആൾ വരുന്നു. അപ്പം ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ അവരെന്നോട് പറയാം, പിന്നെ ഞങ്ങൾ മരിച്ചിടത്തേക്കാണ് പോകുന്നത്, നീയോ? ഞാൻ പറഞ്ഞു ഞാനും അതെ. എന്നാൽ നീ ഇപ്പോഴും വരണ്ട, നീ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ ചോദിച്ചു അതെന്തേ? നമ്മൾ വേറെ ഇതിൽ പോകുന്നതാണ്. മനസ്സിലായി കാണും ആ വേറെ ഏതാന്ന്. VIPs പോകുന്ന മറ്റേ സ്ഥാനത്തിൻ്റെ കാറ്റഗറി. അങ്ങനെ ഞാനാകെ ഞെട്ടിപ്പോയി, എന്താ ഇങ്ങനെ പറയുന്നു? ഞാൻ എന്ത് ചെയ്തു? പുല്ല്, ഇത് പോട്ടെ. അന്നേരം ഇത്രയൊന്നും ചിന്തിക്കുന്നില്ല. ഈ സമയത്തായിരിക്കണമായിരുന്നു, ഫോണും കയ്യിൽ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇറങ്ങിയിട്ടില്ല. ചോദിക്കുമ്പോൾ ഞാൻ 2 അടി ഇങ്ങനെ വെക്കുന്നുണ്ട് അങ്ങോട്ട്. ഉടനെ ഞാൻ തിരിച്ച് വന്നിട്ട് എൻ്റെ കടയ്ക്ക് ഇങ്ങനെ നിന്നു. എന്നിട്ട് പിന്നെ ഞാനങ്ങ് പോയി. ഞാൻ പോയപ്പോൾ അവിടെയുണ്ട്, ഈ ടീം അവിടെയുണ്ട്. ഞാൻ ബോഡിയും കണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങ് വന്നു. അത് ശരിക്കും നമ്മളെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്കൊരു വ്യക്തിയെ കാണാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമുക്ക് പോകാനുള്ളിടത്തേക്ക് നമ്മളെ തടയുന്നതാണ് ആ ഒരു പോളിസി. അപ്പം അന്ന് എനിക്ക് അതിൻ്റെ ഗൗരവം, അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും എല്ലാവരോടും പറയാനുള്ളത് ഇതാണ്. അപ്പം അന്ന് ഇവരെ എന്ത് അന്നും എനിക്കറിയില്ല. ഇന്ന് അത് എനിക്ക് വട്ടപൂജ്യമാണ്. ഈ 3 വ്യക്തികളും ഇന്ന് എനിക്ക് വട്ടപൂജ്യമാണ്. അന്നും പൂജ്യമാണ്, കാരണം അതിനെക്കുറിച്ച് അറിയില്ല. അറിഞ്ഞ് വരുന്തോറും ഇതൊരു വലിയ പൂജ്യമാണ്. ആ ഒരു പിന്നെ വഴിതടയലും, അതേപോലെ
ഞാൻ കുറച്ച് ഡോഗിൻ്റെ പപ്പീസിനെ സെയിൽ ചെയ്യായിരുന്നു. ആ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വളരെ റെയറായി എന്തെങ്കിലും കാണുമ്പം നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാർ വരുമല്ലോ, അതായത് ന്യൂസ്. അപ്പോൾ ഒരു സമയത്ത് എൻ്റെ ന്യൂസ് വല്ലാണ്ട് പേപ്പറിലും മീഡിയയിലും എല്ലാം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാനലിൻ്റെ ആൾക്കാർ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവർ ഞങ്ങളടുത്തൊരു വായനശാലയുണ്ട്. ആ വായനശാലയിൽ വെച്ചിട്ട് കുറച്ച് ലേഡീസ്, ഇപ്പം ഈ നേരത്തെ പറഞ്ഞതിലെ 3 കുറച്ച് ഇന്നലെ വന്ന കുറച്ച് ടീമും കൂടി വളഞ്ഞു അവരെ വണ്ടിക്ക് തട്ടി, അവരെ ഭീഷണിപ്പെടുത്തി, പലതും ചെയ്തു. അവരൊന്നും കൂട്ടാക്കാതെ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അവരിതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഭയങ്കര ശത്രുക്കളല്ലേ, ഒരാൾ നന്നാവുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നല്ലേ, നമ്മളങ്ങനെ പിന്മാറിപ്പോവാനൊന്നും തീരുമാനിച്ചു വന്നതല്ല, ഞങ്ങളെ തടഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും, എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ വെച്ച കാലം മുന്നോട്ട് തന്നെയെന്ന് പറഞ്ഞ് അവരിട വന്ന് ഫുൾ ഷൂട്ട് ചെയ്ത് ഈ ഇൻസിഡൻറ്റും കൂടി പറഞ്ഞവരങ്ങ് വാർത്ത കൊടുത്തു. അപ്പം ഈ വന്ന് ചുറ്റിയവരും മറ്റേ ലേഡീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വഴിതടഞ്ഞു വരുമെല്ലാം ASI എന്ന് പറയണേ, ഇനി ASI. പിന്നെ അടുത്തത് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, നമുക്ക് റോഡിലേക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ല, ഞങ്ങളെ വീട്ടിലേക്ക് വരാൻ സ്വാതന്ത്ര്യമില്ല. പിന്നെ എൻ്റെ ഈ ഡോഗിൻ്റെ പപ്പീസ് ഈ ന്യൂസ് ഇങ്ങനെ പോകുമ്പം ഓൾ കേരള പിന്നെ ഞങ്ങളെ ബോർഡർ ഇങ്ങനെ കർണാടകയിൽ നിന്നൊക്കെ ഈ വലിയ വലിയ പ്രോപ്പർട്ടി എടുത്തിടുന്നവർ, പന്നീൻ്റെ ശല്യം, കുറുക്കൻ്റെ ശല്യം, അങ്ങനെ ശല്യം, ഇങ്ങനെ ശല്യം, പിന്നെ പശുവിനെ നോക്കുന്നവർ, ഫാമിലേക്കുള്ള ശല്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോഗിന് വരുമായിരുന്നു. ഈ ഡോഗിന് വന്നാൽ ഈ വായനശാല ഒരു ജംഗ്ഷനാണ്, 4 റോഡ്, ഇങ്ങനെ 2. പിന്നെ ഇതിന് മുന്നിൽ ഒരു കടയുണ്ടാവും, കുറച്ച് വേഷങ്ങളും ഉണ്ടാവും. അത് ഇന്നും പാരമ്പര്യമായിട്ട് ഇവിടെ തുടരുന്നുണ്ട്. പോകുന്നവർക്കും വരുന്നവർക്കും മൊത്തം ജാതകം എഴുതുക, കുണ്ടിലേക്ക് കാലം നീട്ടിയവർ പെണ്ണുങ്ങളെ കുറിച്ച് വൃത്തികേട് പറയുക, മുഴുവനൊക്കെ ജാതകം എഴുതുക എന്നുള്ളത് അവരൊരു ഹരമാണ്. ആ എഴുത്തിൽ മുൻ പന്തിയിൽ ഞാനുണ്ടാവുമെന്ന് എനിക്കറിയാം, ഇന്നും അന്നും എന്നും. ഇപ്പം എനിക്കത് കുത്ത്. അപ്പം അന്ന് ഈ വരുന്നവരെ ഇവർ തടയും. എന്നിട്ട് തടയെന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, ഇന്ന ദിക്കിലുണ്ട്, എവിടെ വഴിയെന്ന് ചോദിക്കും. അപ്പം മൊബൈലിൽ വിളിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്ന റോഡ്, ഇന്ന ഒരു വായനശാല കാണും, അവിടുന്ന് 2ാമത്തെ വീടാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളായാലും എവിടെയെങ്കിലും പോയാൽ നമ്മളെന്തായാലും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെയല്ലേ മുന്നോട്ട് പോവുക. അപ്പം അവർ വിടുന്നല്ല, അങ്ങനെ ഒരു സെയിലും ഇല്ല, അങ്ങനെ അവർ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുമില്ല, അങ്ങനെ ഒരു ഫാമും ഇല്ല. അവരിവിടുന്ന് മതിയാക്കി പോയി. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഡോഗിൻ്റെ പേരിൽ വേറെ ആണ് അവരുടെ പരിപാടി. അപ്പം അങ്ങോട്ട് വിടാൻ പറ്റൂല, അവർ ഈ നാട്ടിലില്ല. അപ്പം അതിന് 5 മിനിറ്റ് മുമ്പേ എന്നെ വിളിച്ചിട്ട് ഞാനിവിടെ ഉണ്ട്, പപ്പി ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരത് വിശ്വസിക്കുന്നില്ല. അവർ പിന്നെ ഇവരെ മുന്നിൽ നിന്ന് എന്നെ കോൾ ചെയ്യും. ഞാൻ പറയുക, നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ റോഡിൽ നിൽക്കുന്നിട്ട് അവരെ വിളിച്ചിട്ട് അവർ ഡോഗിനെയും കൊണ്ടുപോകും. എത്ര തരം താണ ചാപ്പകളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത്രയും തരം താണ വ്യക്തികൾ ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ടും ഞാൻ 22 വർഷത്തോളം അത് തുടർന്നു. ഈ കൊറോണക്ക് ഇതിന് ഫുഡ് കിട്ടുന്ന കുറച്ച് ഷോർട്ടേജ് വന്നപ്പോൾ ഞാൻ വെറുതെ കൊടുത്തു. ബിസിനസ്സൊന്നുമല്ല, വെറുതെ കൊടുത്തു. വേണ്ടി വന്നാൽ ഞാൻ ഇന്നും തുടങ്ങും. അതെൻ്റെ വ്യക്തിപരമായ കാര്യം, എൻ്റെ വീട്, എൻ്റെ പേരിലുള്ള സ്ഥലം, എൻ്റെ ഇഷ്ടം, മൈ ഹോബി. അപ്പം അതുമാത്രമല്ല, ഈ വളഞ്ഞവരും ഈ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത എന്നെ വളഞ്ഞവരും ഈ ടീമൊക്കെ 1, 2, 3 ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ, ഒരു ഇനീഷ്യലുകാർ, ഇവർ പിന്നെ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് പെട്ടെന്നൊരു ദിവസം പറയുക, ഇത് പൂട്ടും, ഡോഗിനെല്ലാം ലേലം ചെയ്യുമെന്ന്. ആ ലേലം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങി. അപ്പം ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ഹൈ ഫെസിലിറ്റീസാണ്. അപ്പം അത് ഒരു മീഡിയേറ്ററെ വെച്ച് ഇത് നോക്കുമ്പോഴേക്കെല്ലാം വളരെ സേഫാണ്. 3 ഗേറ്റ് തുറന്നാലേ ഡോഗിൻ്റെ അടുത്തെത്തും.
അപ്പം ഇവർ പറഞ്ഞത് വീട്ടിൽ കയറി വരുന്ന കടിക്കുന്നതെന്നല്ലാന്ന് ഒരാളെയും കടിച്ചിട്ടില്ല. ഇവരെക്കാട്ടിയും ബുദ്ധിയില്ലതാണ് എൻ്റെ പട്ടി. പിന്നെ പാമ്പിനെ കൊന്നിടുക, ട്യൂബ് പൊട്ടിച്ചിടുക, പട്ടിക്കൂട്ടൽ, ഇതൊക്കെയാണ് ഇവരെ ഹോബി. രാത്രി കുരപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവരെയും കൊണ്ട് ശല്യമാണെന്ന് പറയിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ കുലസ്ത്രീകളെയും കുലപുരുഷന്മാരെയും ജോലി അന്ന്. അവരന്ന് നല്ലോണം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഹൈക്കോടതി പോയിട്ട് എനിക്ക് സ്റ്റേ കിട്ടി. ഞാൻ എൻ്റെ താല്പര്യമുള്ളിടത്തോളം കാലം നോക്കി. പിന്നെ കൊറോണ വന്നു, ഫുഡിൻ്റെ ഒരു ഷോർട്ടേജ് വന്നു. പിന്നെ എന്തെങ്കിലും എമർജൻസി, എനിക്കൊരു പനി വരുമോ, ഒരു കോൾഡ് വന്നു, ഞാൻ കിടക്കും, എന്തെങ്കിലും ചെയ്ത ജീവനുള്ളതല്ലേ. അപ്പം എനിക്കത് ചെറിയൊരു മനസ്സിനൊരു പ്രയാസം തോന്നാൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലും സംഭവം, കാരണം 10-20 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നോക്കി. അപ്പം എനിക്ക് അത് മാത്രമല്ല, ഞാൻ റോഡിലില്ലേനും നോക്കും, വണ്ടി തട്ടീനും നോക്കും. ഇതെല്ലാം തന്നെ എൻ്റെ തൊഴിൽ. എവിടെയെങ്കിലും എന്തെങ്കിലും കുടുങ്ങിയത് ആരെങ്കിലും വിളിച്ചാൽ അതിനും പോവും. അങ്ങനെ ബിസിനസ് മൈൻഡല്ല, ഒരു സാഹചര്യത്തിൽ വന്നു പോയതാണ്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ ഇവർ പല തരത്തിലും നോക്കി. മരണ വീട്ടിൽ പോയിക്കൂടാ, റോഡിൽ ഇറങ്ങിക്കൂടാ, എനിക്ക് പ്രതികരിച്ചൂടാ, എനിക്ക് പട്ടീനെ നോക്കിക്കൂടാ, പശുവിനെ നോക്കിക്കൂടാ, അങ്ങനെ ഒരുപാട് ഇവരെന്നെ നോക്കി. അവരും ഇപ്പം ഉണ്ട്, ഞാനും ഇപ്പം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചിലത് പൂത്ത് ചത്തു, അവരെ മക്കൾ പാരമ്പര്യമായിട്ട് അത് തുടരുന്നുമുണ്ട്. ഇവർക്കെല്ലാം ബാക്കിൽ വേറെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അത് ഞാൻ എന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ പ്രൊട്ടക്ഷനെല്ലാം അവർക്ക് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്, എന്നും ഉണ്ട്. അവർ തിന്ന ചോറിന് നന്ദി കാണിക്കണം. കാരണം അവർക്ക് അവരെന്തെങ്കിലും വിളിച്ചു കൊടുത്തിട്ടുണ്ടാവും. എനിക്കാരും ഒന്നും തന്നിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ഒരു നന്ദിയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഇപ്പം എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ നിങ്ങളോട് അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടു. ഇവരെ ചോറ് തിന്നുന്നവരാണ് ഈ വളയാൻ വരുന്നതും, ഇവരെ ചോറ് തിന്നുന്നവരാണ് ആൾക്കാരെ തിരിച്ചു വിടുന്നതും വഴി തടയുന്നതും. സാധാരണ അധ്വാനിച്ച് ജീവിക്കുന്നവരൊന്നല്ല. ഗുണ്ടായുസം കൊണ്ട് നേടിയ ജോലി, ആ ചോറ് അവരും അവരെ കുടുംബം തിന്നുന്നത് കൊണ്ടാണ് ഈ നന്ദി കാണിക്കുന്നത്. അത് എന്നെ ഇട്ടിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതൊക്കെ അവരെ ഇഷ്ടം, അവരെ സ്വാതന്ത്ര്യം. അതിലൊന്നും നമുക്ക് കൈ കടത്തേണ്ട ആവശ്യമില്ല. എണ്ണിയിട്ട് കളിക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ പ്രതികരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഡോഗ് ബിസിനസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ എൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഇത്രയും കാലം ജീവിച്ചു. ഇവിടെ ഈ ഈ ഈ അവസ്ഥയിലെത്തുന്നത് വരെയും ഇന്നലെയും ഈ ശല്യമുണ്ട്. ഇന്നലെയും ഈ ശല്യം തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത്. ഇപ്പം ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫേക്ക് ഐ ഡിയിൽ കത്തയച്ചിട്ടും അല്ലാത്ത രൂപത്തിലും എല്ലാമാണ് ഇപ്പോഴത്തെ ശല്യം. പിന്നെ ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് ഇതേപോലെ പണ്ട് പട്ടീനെ വാങ്ങാൻ വന്നവരോട് പറയുന്ന പോലെ മറ്റേ പണിയാണെന്ന് പറയുമ്പം ആർക്കായാലും പ്രയാസം കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊക്കെ കാരണമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഇടേണ്ടി വരുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോസ് എന്തിനാണ് ഇടുന്നത്, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതെന്നല്ലേ എല്ലാവരും ചോദിക്കുന്നത്. എനിക്കൊന്നും കിട്ടണ്ട. ഞാൻ ഈ ഇടുന്ന വീഡിയോ ഒരു 10 ആൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇവരോടുള്ള പകരം ചോദിക്കണ്ടായി. ഞാനിടുന്ന വീഡിയോ 10 ആൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇവരോടുള്ള പകരം ചോദിക്കലായി. എനിക്ക് വേറെ യാതൊരു ബെനിഫിറ്റും വേണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതുപോലെ പച്ചയായിട്ട് പറഞ്ഞ് എന്നെ വഴിതടഞ്ഞതും എന്നെ ഉപദ്രവിച്ചതും എന്നെ വേറെ തരത്തിൽ മുദ്ര കുത്തിയതും എൻ്റെ ഉപജീവന മാർഗത്തെ കൈകടത്തുന്നതും കത്തയക്കുന്നതും പിന്നെ എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെല്ലാം തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും പഴയ ചാപ്റ്ററിങ് എടുക്കുന്നത്. എൻ്റെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു ലെറ്ററിലൊന്നും തീരുന്നതല്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാവും. ബായ്. ഇപ്പം സുഖമായിട്ട് വഴി നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം വഴി തടയാൻ ഒരിക്കൽ